യേശു എന്നോട് പറഞ്ഞു നിന്നെ വിളിക്കാൻ. എന്നിട്ട് പറഞ്ഞു നിന്റെ ഭാര്യയോട് പറയാൻ ഇവക്ക് ക്യാൻസറില്ലെന്ന് പറയാൻ പറഞ്ഞു. കൈയടിച്ച യേശുവേ എന്ന് വിളിച്ചേ, കൈയടിച്ച യേശുവേ എന്ന് വിളിച്ചേ. നീ ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ടും ഒക്കെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ കല്യാണം കഴിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ, ജീവിച്ചു കൊതി തീർന്നിട്ടില്ല, മരിക്കാൻ എനിക്ക് പേടിയാ. നിന്റെ ശരീരത്തിലൂടെ ഇപ്പൊ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരിക, ദൈവത്തിന്റെ ശക്തി. നിന്നെ യേശു തൊടുക. യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, മുഴ ഓപ്പറേഷൻ ചെയ്തു, ബയോപ്സിക്ക് വിട്ടു. അവര് പറഞ്ഞു പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറയുന്നു പ്രശ്നമില്ലെന്ന്. എടാ, ഇവിടെ ഉദരത്തിൽ നിന്ന് ദൈവം നിനക്ക് 1 കൂടുതൽ പിള്ളേരെ തരും. എടി മോളെ, നിന്റെ ഉദരത്തിൽ നിന്ന് ദൈവം പിള്ളേരെ ഉരുവാക്കാൻ പോവാ. നിന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ എല്ലാ സെല്ലും ഇപ്പോ ദ്രവിച്ചു പോകാൻ പോവാ. കരമടിച്ച് സഭ യേശുവേ എന്ന് വിളിച്ചേ. ആഭിചാരങ്ങൾ പൊട്ടട്ടെ, അസൂയകൾ പൊട്ടട്ടെ. നിന്റെ വീടിനോട് റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ആ കെട്ടും പൊട്ടും കേട്ടോ. നിനക്ക് പേടിയുണ്ടോ? ചെറുതായിട്ട് പേടിയുണ്ടോ? നിന്റെ പേര് പറ. ജോഫിൻ. നീ വിശ്വാസത്തോടെ പൊക്കോ മോനെ. അടുത്ത ദിവസം പോയി ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ക്യാൻസർ ഇല്ലെന്ന് പറയാവര് ഇല്ലടി. നീ വിശ്വസിച്ചോ? ചിരിച്ചോണ്ട് നീ സ്തോത്രം ചെയ്തോ. നിനക്ക് എത്ര വയസ്സുണ്ട്? 27 വയസ്സുണ്ട്. നമ്മുടെ എല്ലാരും കൂടെ ജോഫിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവള് ഭയങ്കര ഭാരത്തിലാണ് ഇവിടെ വന്നേ. നിങ്ങൾക്ക് അവിടെ മുഖം കണ്ടാൽ അറിയാം ഇപ്പോഴാണ് അവളൊന്ന് ചിരിക്കുന്നേ. അത്രയും ഭയങ്കര ടെൻഷനില്ല. ഈ 27 വയസ്സുകാരി യേശു സൗഖ്യമാക്കും. 2ാമത് ബയോസിക്ക് റിസൾട്ട് വിട്ടേക്കുവാ. അതിനകത്തൊന്നും കാണല്ല. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. സഭ ഒരുമിച്ച് കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. എല്ലാ നാമത്തിലും മേലായ നാമം പിതാവേ, അങ്ങ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മനസ്സിലുള്ള മരണഭയങ്ങൾ മാറിപ്പോകട്ടെ. ഇവിടെ മേൽ നിന്ന ക്യാൻസറിന്റെ സ്പിരിറ്റിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വീഴിക്കുന്നു. മോനെ, നിന്റെ കുഞ്ഞിനെ ഞങ്ങളെടുത്ത് ഡെഡിക്കേറ്റ് ചെയ്യും. ഇവിടെ ഉദരത്തിൽ നിനക്ക് കുഞ്ഞുണ്ടാകും. നിന്റെ സ്ഥിതി മാറും. വളരെ റിപ്പോർട്ട് വരുമ്പോൾ സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോ. എൻ്റെ പേര് മോനു ചാക്കോ. ഞാൻ കോഴഞ്ചേരി നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ വന്നപ്പോൾ, 2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഹൃദയം നുറുക്കുന്ന വേനയിലാണ് ഞാനിവിടെ ഇരുന്നത്. ഞാൻ അവിടെ ഇരിക്കും, പാസ്റ്റർ എന്നെ വിളിച്ചു. അങ്ങനെ നിന്നിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ എൻ്റെ ഉള്ളിൽ ഭാരത്താൽ വിങ്ങുകയായിരുന്നു. ആ സമയത്ത് പാസ്റ്റർ പറഞ്ഞു, നിന്നെ തൊട്ടിരിക്കുന്ന ദൈവം. ഞാൻ ഇന്നലെ പാസ്റ്ററിനോട് ചോദിച്ചു, അങ്ങനെ എന്താ പ്രശ്നം, കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഡയഗ്നോസിസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ബയോപ്സിക്ക് വിട്ടു. അത് ഡോക്ടർ പറഞ്ഞു പ്രശ്നമുണ്ട്, അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിൽ ആ പ്രശ്നമാണെന്ന് കഴിച്ച് 2ാമത്തെ ദിവസം ഇവിടെ വരുന്നു. പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ റിപ്പോർട്ട് വിട്ടിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ റിപ്പോർട്ട് വിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞു. പാസ്റ്റർ ഇനി നീ എവിടെ വേണമെങ്കിലും വിട്ടു, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സൗഖ്യമായെന്ന് തന്നെ അന്ന് പറഞ്ഞു. ഞങ്ങൾ വിട്ടു. രണ്ടാമതും വിട്ടു. ആ സെയിം ഡയഗ്നോസിസ് തന്നെ വിട്ട്, ആ ക്യാൻസർ സെന്റർ അവിടെ തന്നെ വിട്ടു. റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു. ദൈവത്തിന്റെ ഒരു കുഴപ്പമില്ല. ഒന്ന് കൈയടിച്ച ദൈവത്തിന് ഉറച്ചൊരാമി പറഞ്ഞു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വർഷം. ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അവര് എനിക്ക് ഇന്നെന്ന പോലെ ഈ മോളുടെ കരച്ചിൽ ഓർമ്മയുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങൾ ആയിട്ടില്ല അല്ലേ, കുഞ്ഞുങ്ങളില്ല. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നും ക്യാൻസർ ഇല്ലെന്നും ഒക്കെ ദൈവത്തിൻ്റെ, അതായത് നമ്മളെ എല്ലാവരെയും അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നാൽ പറ്റുമായിരിക്കും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരാം, പക്ഷെ മാറുമെന്ന് പറഞ്ഞു തരാൻ പറ്റുകയില്ല. മാറുമെന്ന് റിപ്പോർട്ട് അത്ര വല്ലാത്ത റിപ്പോർട്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ പൂർണ്ണമായി കർത്താവ് ഈ മക്കളെ സൗഖ്യമായി. റിപ്പോർട്ട് അവർക്ക് അനുകൂലമായിട്ട് വന്നു. ഈ മോക്ക് ദൈവം അത്ഭുതം ചെയ്തു. മക്കളെ, സൗഖ്യമായി. റിപ്പോർട്ട് അവർക്ക് അനുകൂലമായിട്ട് വന്നു. ഈ മോക്ക് ദൈവം അത്ഭുതം ചെയ്തു. മക്കളെ,
ദൈവം ഇന്നും ജീവിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. ആദ്യം കേട്ടപ്പോൾ തകർന്നു. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. എത്ര വയസ്സുണ്ട്? 27 വയസ്സേ ഉള്ളൂ. മിടുമിടുക്കിയായ പെൺകുട്ടി. അവൾക്ക് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് പറഞ്ഞു, അവർ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ. അന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ആരാധനയ്ക്ക് വന്ന, ആദ്യമായിട്ട് വന്നവരെ എഴുന്നേൽപ്പിച്ച് ദൂത് പറയുമ്പോൾ ഈ മക്കളോട് കർത്താവ് കാര്യം പറഞ്ഞതാ. ദൈവം അവരോട് ഇടപെട്ടതാണ്. ഈ പുതിയ നമ്മുടെ റിപ്പോർട്ട് മാറിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും മാറിയപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മാറുമെന്ന്. എന്നാലും പ്രാർത്ഥന, വിശ്വാസം ഉണ്ട്, മാറുമെന്ന് ഉറച്ചു വിശ്വാസം. ദൈവം അത്ഭുതം ചെയ്തു, ശരിക്കും അത്ഭുതം ചെയ്തു. ഇനി കർത്താവിനോട് നിന്നോളുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഐ ബ്ലസ് യു.